ഞാൻ എന്തിനാ എന്റെ കൂട്ടുകാരനെ വിട്ടിട്ട് വന്നത്? ഇനി അവനെ എങ്ങനെയാ കണ്ടുപിടിക്കുക? കഴിഞ്ഞല്ലോ. ചെല്ലു എന്റെ റോബോട്ട് ബേർഡ്. ചുൾബുൾ എവിടെയാണെങ്കിലും അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്ക്. ചുൾബുൾ ചുൾബുൾ ചെല്ല്. ചുൾബുൾ ചുൾബുൾ. വീർ, നീ ഇത് എന്താ ഉണ്ടാക്കിയത്? ഇതെങ്ങനെയാ ചുൾബുളിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്? ഈ റോബോട്ടിക് ബേർഡിനകത്ത് ഞാൻ ചുൾബുളിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദേ ഇത് കണ്ടില്ലേ? ഇത് എല്ലാ ഡോങ്കിയുടെ അടുത്തും പോയിട്ട് ചുൾബുളിന്റെ പേര് വിളിക്കും. ചുൾബുൾ ചുൾബുൾ ചുൾബുൾ. വാവ്! വീർ, നീ പേരുകൊണ്ട് മാത്രമല്ല ശരിക്കും ഒരു വീരനാണ്. ചുൾബുൾ ചുൾബുൾ ചുൾബുൾ. ഞാനാണ് ചുൾബുൾ. പക്ഷെ നീ ആരാണ്? യെസ്, ചുൾബുളിനെ കിട്ടിപ്പോയി. ചുൾബുൾ, നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. പക്ഷെ നീ ഇപ്പൊ എവിടെയാണെന്ന് പറ. ഞാനിവിടെ അലക്കുന്ന സ്ഥലത്താ ഉള്ളത്. എന്നെ ഈ അലക്കാരെ പിടിച്ചു വെച്ചേക്കുവാ. പ്ലീസ് വേഗം വാ വീർ, അവസ്ഥ വളരെ മോശമാണ്. ഞാൻ വരാലോ, നീ വിഷമിക്കണ്ട. ഈ കഴുത ആ കുഞ്ഞു കിളിയുമായിട്ട് എന്തായി സംസാരിക്കുന്നേ? എന്തോ പന്തി കേടുണ്ട്. ഈ കഴുത എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇവിടെ എവിടെയെങ്കിലും ചുൾബുളെന്ന പേരുള്ള ഒരു ഡോങ്കി ഉണ്ടോ? അവൻ ഭയങ്കര ഹെൽത്തിയും സ്മാർട്ടുവാ. അങ്കിൾ അവനെ കണ്ടായിരുന്നോ? അതെ അതെ, ഞാൻ കണ്ടല്ലോ. അവൻ അവിടെ ആ എൻഡിലൊരു അലക്കുകാരനുണ്ട്. അവന്റെ കയ്യിലാണുള്ളത്. താങ്ക് യു. നിങ്ങൾ ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഈ കഴുതി എവിടുന്ന് കൊണ്ടുപോ. അതിന്റെ യജമാൻ ഇവിടെ ഉണ്ട്. അയാൾ എങ്ങാനും കണ്ട ആകെ പ്രശ്നമാവും. താൻ ടെൻഷനൊന്നും അടിക്കണ്ട. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആർക്കും അവനെ കൊണ്ടുപോകാൻ സാധിക്കില്ല, മനസ്സിലായോ? വീർ, വീർ, എന്നെ രക്ഷിക്കൂ വീർ, ഞാൻ ഇവിടെയാണ്. ഈ ട്രക്ക് അങ്ങനെ നിർത്താനൊന്നും പോകുന്നില്ല. പക്ഷെ നിന്റെ ഓട്ടം ഞാനിപ്പോ നിർത്തും. അപ്പൂപ്പ, ആ റോബോട്ട് നമ്മുടെ വീടിന്റെ താഴെയുണ്ട്. ജിൻഡുവിന്റെ സഹായത്തോടെ ഞാൻ ഇപ്പൊ അതിനെ പുറത്തെടുക്കും. ജിൻഡു, നീ ഇതെവിടെയാ? ഞാനാണ് ജിൻ. പറയൂ ബോസ്, എന്തിനാണ് വിളിച്ചത്? ഭൂമിക്കടിയിൽ അനക്കൊണ്ടയുണ്ട്. അതിനെ പോയി പിടിച്ചോണ്ട് വാ. ഇപ്പൊ ചെയ്യാം ബോസ്. ഓ നോ, നീ എന്തായി ചെയ്തത്? ഈ അനക്കൊണ്ടസ് അല്ല എനിക്ക് വേണ്ടേ. ഇപ്പൊ നമ്മുടെ വീടിന്റെ താഴെ കറങ്ങുന്ന ആ അനക്കൊണ്ടയാ എനിക്ക് വേണ്ടേ. ഇതിനൊക്കെ തിരിച്ചയക്ക്. നീ ഒരു ഓർഡർ പോലും മര്യാദക്ക് തരുന്നില്ല. ഞാൻ ഈ അനക്കൊണ്ടകളൊക്കെ തിരിച്ചു പറഞ്ഞു വിടുക. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവുക. അപ്പൂപ്പ, ജിൻഡു ആകെ ദേഷ്യപ്പെട്ട് പോയി കളഞ്ഞു. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വീർ, നീ ഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ അത് വീണ്ടും നിന്നെ കണ്ടുപിടിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. ഇതാണ് ജെറ്റ് ഷൂസ്. ഇത് നീ ധരിച്ചാൽ നിനക്ക് പറക്കാൻ സാധിക്കും. കുറച്ചു നേരം നീ ഭൂമിയിലൂടെ ഓടണം. അപ്പോൾ ആ അനാക്കോണ്ട റോബോട്ട് നിന്നെ ഡിറ്റക്ട് ചെയ്ത് നിന്റെ പിന്നാലെ വരും. അപ്പം നീ വായുവിൽ പറക്കണം. അപ്പോൾ അതിന് നിന്നെ പിടിക്കാനാവില്ലല്ലോ. മനസ്സിലായോ? അപ്പൂപ്പ, എനിക്കെല്ലാം മനസ്സിലായി. ഇതാണ് അതിന്റെ റിമോട്ട്. ഇതിൽ കാണുന്ന പച്ച ബട്ടൺ അമർത്തിയാൽ ജെറ്റ് പുറത്തേക്ക് വരികയും നിനക്ക് പറക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ നീ ഇതിലെ ചുവന്ന ബട്ടൺ അമർത്തിയാൽ അത് നിന്നെ ഭൂമിയിൽ തിരിച്ചിറക്കുകയും ചെയ്യും. റെഡ് ബട്ടൺ അമർത്ത്, റെഡ് ബട്ടൺ അമർത്ത്. നിനക്ക് ഈ ഷൂസ് ധരിച്ച് ശീലമില്ലാത്തത് കൊണ്ടാ. വായുവിൽ പറക്കുമ്പോൾ ബോഡി നന്നായിട്ട് ബാലൻസ് ചെയ്യണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടേയിരിക്കും. ഓക്കേ വീർ, ഇനി നീ വേഗം ചെല്ല്. എന്നിട്ട് ആ റോബോട്ടിനെ ഈ നഗരത്തിൽ നിന്നും ദൂരെ കൊണ്ടുപോ. നീ എന്താ ജിൻഡുവിനെ ഹെൽപ്പിന് വിളിക്കാത്തത്? ഒരു പ്രശ്നം പോരാഞ്ഞിട്ടാണോ വേറെ പ്രശ്നത്തിന് വിളിച്ചു വരുത്തുന്നത്? ഡോണ്ട് വറി, ഇതിന് ഞാൻ സ്വയം
ഞാൻ ഇവിടെയുണ്ട് ചുൾബുൾ. വേഗം പറയൂ, ഞാൻ എന്താ ചെയ്യണ്ട? നിനക്ക് ചാടിക്കോ വേഗം. ഇതാ ചേച്ചി, ചേച്ചിയുടെ ബാഗ്. താങ്ക് യു സോ മച്ച്. ഈ കള്ളന്മാരെ കാരണം ഈടിയായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ പേടിയായിരിക്കുക. ദിവസവും ആരെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും ബാഗും പിടിച്ചു പറിച്ചോണ്ട് ഓടുന്നത് ഇപ്പൊ പതിവാ. ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഇനി ഒരിക്കലും ആ കള്ളൻ ആരുടെയും ബാഗ് മോഷ്ടിക്കില്ല. അതെങ്ങനെ? എന്റെ കയ്യിൽ അതിനൊരു ഐഡിയ ഉണ്ട്. ആ കള്ളനെ ട്രാക്ക് ചെയ്യുന്ന വീരനോട് പറഞ്ഞത്. ഞാൻ ഇത്രയും നേരം ഈ വഴിയെ നടക്കുന്നു, ഇതുവരെ ഒരു കള്ളനും വന്നില്ലല്ലോ. അതെ ചുൾബുൾ, നീ ജിൻഡുവിന്റെ കൂടെ എന്റെ പിന്നാലെ വാ. ഈ കള്ളന്മാരെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്നേക്കുമായി ഓടിക്കണം. ജിൻഡു, നീ അവനെ പിടിക്കേ, ഞാൻ ഇമ്മിലെ പോയി രക്ഷിക്കട്ടെ. ഓക്കേ ബോസ്. ഈ ജയിലിപ്പോ എവിടുന്നാ വന്നത്? നിന്നെ പിടിക്കാനായി മുകളിൽ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കായിരുന്നു ഞങ്ങള്. പക്ഷെ ഇവിടെ ഒരു മരം പോലും ഇല്ലല്ലോ. ആ, ഈ മരം ഇത് എവിടുന്നാ വന്നത്? ഈ മരം ഇത് എവിടുന്നാ വന്നത്? എന്നെ വെറുതെ വിട്, എനിക്ക് ഇവിടുന്ന് പോണം. ഇത് മരത്തിന്റെ ലഞ്ച് ടൈമാണ്. അത് ലഞ്ചിന് കള്ളന്മാരെയാണ് കഴിക്കാറ്. ഇനി ആ മരം വെറുതെ വിട്ടാലേ നിനക്ക് പോവാൻ സാധിക്കുകയുള്ളൂ. മമ്മി, എന്നെ പ്ലീസ്. മോഷണം നടത്തുന്നത് പാവമാണ്, മോഷണം നടത്തുന്നത് പാവമാണ്. ഞാനിനി ഒരിക്കലും മോഷണം നടത്തത്തില്ലേ. അവരുടെ ആളുകൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. ഇപ്പോൾ കിട്ടിയ വാർത്ത. നഗരത്തിലെ ഏറ്റവും വലുതും പുരാതനവുമായ മിനാറിന് മുകളിൽ കോബ്ര എന്ന പേരുള്ള ഒരാൾ ഒരു മിസൈൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അയാൾ ഗവൺമെന്റിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. ഓർമ്മ വെച്ചോളൂ, എന്റെ പേരാണ് കോബ്ര. സർക്കാരിനോട് എനിക്ക് ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. അതായത് ആ ഡോക്ടർ പ്രേം സഹായ് ഈ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും അയാളെ എന്റെ കസ്റ്റഡിയിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്റെ ഈ മിസൈൽ ഉപയോഗിച്ച് ഈ നാടിനെ മൊത്തമായി നശിപ്പിച്ചു കളയും. ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. പോലീസ് ഫോഴ്സോ ആർമിയോ എന്റെ ഈ പരിധിക്കുള്ളിലെങ്ങാനും വന്നാൽ അപ്പോഴും ഞാൻ ഈ നാടിനെ മുഴുവനും നശിപ്പിച്ചു കളയും. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? വീർ, ഇത് ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണല്ലോ. നഗരത്തിലെ മുഴുവനും ആളുകളുടെയും ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളുടെ മുഴുവൻ ജീവൻ രക്ഷിക്കുവാനായി ഞാൻ സ്വയമേ പോയി ആ കോബ്രയ്ക്ക് കീഴടങ്ങേണ്ടി വരും. വേണ്ട അപ്പൂപ്പ, ഞാനില്ലേ ഇവിടെ. അപ്പൂപ്പൻ തന്നെയല്ലേ പറയാറുള്ള തിങ്ക് പോസിറ്റീവ്. അപ്പൊ ഇമ്പോസിബിൾ ആയ കാര്യം പോസിബിൾ ആവുമെന്ന്. കോബ്രേന്റെ അടുത്ത് അപ്പൂപ്പന് പകരം ഞാൻ പോവാം. വീർ, നമുക്കിത് ആ കാണുന്ന മിനാറിലാണ് പോണ്ടത്. പക്ഷേ ജിൻഡുവിനെ വിളിക്ക്. ജിൻടു, ഞാനാണ് ജിൻ. പറയൂ ബോസ്, എന്താണ് പ്രശ്നം? ജിൻടു, ആ മിനാറിന്റെ മുകളിൽ ഒരു കുറ്റവാളിയുണ്ട്. അവനെ തടയണം. അവന് പ്രേം സഹായം കിട്ടിയില്ലെങ്കിൽ അവന് നഗരം മുഴുവൻ നശിപ്പിക്കുമെന്നാ പറയുന്നേ. അതിനിപ്പോ എന്താ പ്രശ്നം? അവർക്ക് വേണ്ടത് ഡോക്ടർ സഹായിയല്ലേ? ഈ നഗരത്തിൽ എത്ര സഹായി എന്ന് പേരുള്ള ഡോക്ടേഴ്സ് ഉണ്ടോ അവരെയൊക്കെ കൊണ്ടുവരണം. ദേ വന്നു. എന്താ ഇത്? ഞാനിവിടെ എന്ത് ചെയ്യുകയാണ്? എന്റെ ഓപ്പറേഷൻ പാതി വഴി നിൽക്കുകയാ. ഞാൻ കുളിക്കുകയായിരുന്നല്ലോ, പിന്നെങ്ങനെ ഞാൻ ഇവിടെ എത്തിയത്? ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഡിന്നർ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എല്ലാവരും അപ്രത്യക്ഷമാക്ക് വേഗം. ഓ, എനിക്ക് മനസ്സിലാവാത്തത് ഇവരെ അപ്രത്യക്ഷമാക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ശരി ശരി,
ഞാൻ തന്നെ ഏതെങ്കിലും വഴി കണ്ടുപിടിച്ചേ മതിയാവൂ. തൽക്കാലം നീ പൊയ്ക്കോ, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം. പക്ഷെ നീ എനിക്കൊരു സഹായം ചെയ്യണം. പറക്കാനുള്ള മന്ത്രം എനിക്ക് പറഞ്ഞതാ. എന്നിട്ട് നീ ഇവിടുന്ന് പൊയ്ക്കോ. ഓക്കെ ബോസ്. മന്ത്രം ഇതാണ്: അകടം പകടം ആലം ഫാലം